എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പല കളേഴ്സ് ചേർത്തിട്ട് പല കളറിലുള്ള ഡ്രിപ്പ് സോസുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് പിങ്ക് കളറിലുള്ള ഗനാഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഡബിൾ ബോയിൽ ചെയ്തും എടുക്കാവുന്നതാണ്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി തരിയില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഡബിൾ ബോയിൽ ചെയ്യാൻ ചൂടുള്ള പാത്രത്തിന് മുകളിൽ ഇത് വെച്ചിട്ട് ഇളക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രഷ് ക്രീം ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. മൈക്രോവേവ് ഉള്ളവർ മൈക്രോവേവ് ചെയ്തെടുക്കുക, അല്ലാത്തവർ സാധാരണ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഒത്തിരി തിളക്കേണ്ട, ചൂടായാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കളർ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര കളറാണോ വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിനി നമ്മൾ ചേർക്കുമ്പോഴത്തേക്കൊന്ന് കട്ടിയായിട്ട് വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചൂടാക്കിയ ഫ്രഷ് ക്രീം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പിങ്ക് കളറിലുള്ള ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് കേക്ക് നന്നായിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കണം. ഫ്രീസറിൽ തന്നെ വെച്ചിട്ട് അത് നന്നായിട്ട് ഫ്രീസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് എടുത്തിട്ടുണ്ട്. അത് ക്രീം ചീസ് വെച്ചിട്ടാണ് ഞാൻ ഐസിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐസിങ് വേണമെങ്കിലും കേക്കിൽ ചെയ്യാം. അതിനുശേഷം ഇതൊരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോക്ക് ബാഗിലോ ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കേക്കിൻ്റെ മുകളിലേക്കും ഒഴിച്ചു കൊടുക്കാം. അപ്പം ഡ്രിപ്പായിട്ട് വേണമെന്നുള്ളവർ ഞാനീ ചെയ്യുന്ന പോലെ ചെയ്യുക. അപ്പോൾ അത് കേക്കിൻ്റെ സൈഡ്സിലേക്ക് അത് ഡ്രിപ്പ് ചെയ്ത് വന്നോളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗനാഷിൻ്റെ ഐസിങ്ങിൻ്റെ റെസിപ്പി ഇടാമോ എന്ന്. അപ്പോൾ ഞാനിത് പണ്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഡ്രിപ്പ് സോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പല കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള കളേഴ്സ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സോസ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് സൈഡിലേക്ക് വന്നോളും. കേക്ക് നന്നായിട്ട് ഫ്രീസായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഗനാഷ് ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ നോക്കുക. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റിലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ തന്നെ വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.